ഇനി നമ്മളുള്ളത് വയനാട് ഗ്രേറ്റ് ട്രെയിൽസ് ബൈ GRT റിസോർട്ടിലാണ്. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എൻ്റർ ആയി. അപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കാവയും പിന്നെ കുക്കീസൊക്കെ കഴിക്കാൻ കൊണ്ടുവന്ന് തന്നായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് കുറച്ച് സമയം ഈ വ്യൂ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. നമ്മൾ ചൂസ് ചെയ്തത് ബാൽക്കണി വില്ലയായിരുന്നു. ഇവിടെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു കിളികളുടെ സൗണ്ടും പിന്നെ അതുപോലെ ഈ ഫുൾ റിസോർട്ടിൽ ഇവരൊരു മ്യൂസിക് ബാക്കിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മ്യൂസിക്കൊക്കെ കൂടെ ഒരു നല്ലൊരു ഫീലാണ്. ഇവിടെ ഓരോ വില്ലയ്ക്കും ഇവരൊരു സ്പെഷ്യലായിട്ട് സ്പൈസസിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ക്യുമിൻ, കാടമം, അതുപോലെ ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വില്ലയ്ക്കും ഓരോ സ്പെഷ്യലായിട്ട് പേര് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു വൈബായിരുന്നു ഈ റിസോർട്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാണ്. ഇനി നമുക്ക് നമ്മളെ വില്ല എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ബാൽക്കണി വില്ലാസാണ് രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം നമ്മൾ ബുക്ക് ചെയ്തിരുന്ന വില്ല. ആകെ മൊത്തത്തിൽ റിസോർട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് റൂംസ് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. വാ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോംബോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാൽക്കണി സെറ്റപ്പും അതുപോലെ തന്നെ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് ബാൽക്കണി അറേഞ്ച്മെൻറ്റും നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാൽക്കണി വ്യൂ ആണ് ഈ കാണുന്നത്. നെക്സ്റ്റ് നമുക്ക് റെസ്റ്റ് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. റെസ്റ്റ് റൂമും ബെഡ്റൂം പോലെ തന്നെ അത്രയും സ്പേഷ്യസും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ബാത്ത് ടബും അതേപോലെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയുണ്ട്. ഇതിവിടെ കബോർഡ്സിൽ ലോക്കറും അതുപോലെ തന്നെ അയൺ ബോക്സും അയണിങ് സെറ്റപ്പൊക്കെ ഇവിടെ ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡ്രസ്സിങ് ഏരിയയുടെ ഓപ്പോസിറ്റായിട്ട് റെസ്റ്റ് റൂം വാനിറ്റി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കോർണറിൽ ഷവർ ഏരിയയും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള റെസ്റ്റ് റൂമിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൂമിൽ എന്തൊക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുടിക്കാനുള്ള വെള്ളവും പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസും ടീ കോഫിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ റോസ്റ്റഡ് കാഷ്യൂസും ബദാമൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിനി ബാർ സെറ്റപ്പ്, ചെറിയൊരു ഫ്രിഡ്ജും ഒക്കെ താഴെ കബേർഡിലുണ്ടായിരുന്നു. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് സ്പായും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് ആയിട്ട് ഫ്രൂട്ട്സും പിന്നെ ബനാന ചിപ്സൊക്കെ നമുക്ക് റൂമിൽ അവർ കൊണ്ടുവന്ന് വെച്ച് തന്നായിരുന്നു. നെക്സ്റ്റ് നമുക്ക് മൊത്തത്തിലൊന്ന് റിസോർട്ട് കണ്ടിട്ട് വരാം. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഫസ്റ്റ് ഫ്രണ്ടിലുണ്ടായിരുന്ന വ്യൂ ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ചുറ്റിക്കണം. ഇവിടെ താഴെ ഒരു ചെറിയ ജിമ്മും അതുപോലെ തന്നെ ഇൻഡോർ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലേ ഏരിയ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ടിയും അതുപോലെ ക്യാരംസും ഫുട്ബോളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ വരെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ജിം സെറ്റപ്പും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർ. ദ മെയിൻ തിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇതൊന്നുമല്ല, ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഈ ജിം ആൻഡ് പ്ലേ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ട് മലയും ഗ്രീനറീസുമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്തത് ഈ ഒരു പ്ലേ ഏരിയയിലാണ്.
ഞാനും കെവിയും കുറേ സമയം കളിച്ചായിരുന്നു. അതുപോലെ നമ്മളെ ഫാമിലി ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ ഒരു പ്ലേ ഏരിയ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് കിഡ്സ് സോണാണ്. കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് ടൈം എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടും ഇവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടും അട്രാക്റ്റീവായിട്ടും കുട്ടികൾക്ക് ഇരുന്ന് അവർക്ക് കളിക്കാനും അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് ഇവിടുന്ന് പറ്റും. ഇനി നമുക്കൊരു നല്ല ചായ കുടിച്ചാലോ? ഞങ്ങൾ എവിടെയും പുറത്ത് പോകുന്നില്ല. ഇവിടെ തന്നെ ഒരു ചായക്കട, നല്ല അടിപൊളി ചായക്കടയുണ്ട്. നല്ല ചായയും നല്ല ബജ്ജിയും ഒക്കെ ചൂടോടെ കഴിക്കാം നമുക്ക്. അപ്പം ഒരു കുഞ്ഞ് ചായക്കട, നമ്മളെ നാടൻ ചായക്കട സെറ്റപ്പ് തന്നെ ഇവർ നമുക്ക് ഈവനിങ് ചായ കുടിക്കാനും അതുപോലെ തന്നെ ചെറിയ സ്നാക്സിനും വേണ്ടിയിട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഉഷാറായി. അപ്പോൾ കുട്ടികൾക്ക് വന്നാൽ അവർക്ക് എന്തെങ്കിലും വേണ്ടേ, അവർക്കായിട്ട് ഇവിടെ ഷുഗർ കാൻഡി മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ്. റിസോർട്ടിൽ അവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസായിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിപ്പ് ലൈൻ, അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ്, ട്രാംപോളിൻ ജമ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും ഇവരുടെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഇനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളാണ്. നമ്മൾ ലാസ്റ്റായിട്ട് ഇവിടെ ഏറ്റവും എൻജോയ് ചെയ്തതും ഈ പൂളിലായിരുന്നു. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് പൂളിലിറങ്ങി ഒരുപാട് സമയം ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. ടൈം നന്നായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റിയ ഒരു നല്ല റിസോർട്ടാണിത്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.